നുണകൾ കൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാർ, നുണകൾ കൊണ്ട് മാത്രം ഭരിച്ച് തോറ്റ ഒരു സർക്കാർ, അവസാനം നുണകൾ ഒന്നായി തകർന്നു വീണ കാഴ്ചയാണ് കേരളത്തിൽ മെയ് 4 കണ്ടത്. വലിയ കോളിളക്കത്തിന് ശേഷം മുങ്ങിപ്പോയ പലതും പൊങ്ങി വരാറില്ലേ? അതുപോലെ സത്യങ്ങളെല്ലാം നുണക്കവറിൽ പൊതിഞ്ഞു നുണ സ്റ്റോറിൽ സൂക്ഷിച്ചു വെച്ചിട്ടും പുതിയ സർക്കാരിൻ്റെ മുന്നിലേക്ക് ഓരോ നുണ കവറുകളും മലർക്കെ തുറന്നു വരുന്ന കാഴ്ചയാണ് പൊതുജനം കാണുന്നത്. എൻ്റെ ബാക്രികളെ, നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്നെ നിശബ്ദയാക്കാൻ നിൻ്റെയൊക്കെ 18 അടവുകളും പയറ്റി നോക്കി. സാമ്പത്തികാരോപണം, വ്യക്തിഹത്യ, സ്വഭാവഹത്യ, അങ്ങനെ എന്തെല്ലാം. എന്നിട്ടും നിനക്കൊന്നും തെളിവുകളൊന്നും കിട്ടിയില്ലേ? നീയൊക്കെ പ്രചരിപ്പിക്കും പോലെ യമനിലല്ല, സ്വിറ്റ്സർലാൻഡിൽ ഒരു വീട് മേടിച്ചു. വലിയ തിരക്കേടില്ലാത്ത ഒരു വീട്. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ടാണ് പോകാറ്. എൻ്റെ വിദ്യാഭ്യാസവും സർട്ടിഫിക്കറ്റും എൻ്റെ മാക്രികളെ, നിന്നെയൊക്കെ പോലെ കോപ്പിയടിച്ചും പണം കൊടുത്തും മാത്രം വിദ്യ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന നീയൊക്കെ പിൻവാതിലൂടെ മാത്രം നടന്ന് ശീലിച്ചത് കൊണ്ട് നിനക്കൊക്കെ അത് മാത്രമേ അറിയാവൂ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനിപ്പിച്ചു വിട്ടവർ തുമ്മിച്ചാവൂ. അതിജീവിതമാരെ വിലക്കെടുത്ത് വ്യക്തിജീവിതം തകർക്കുന്ന നിൻ്റെയൊക്കെ പ്രസ്ഥാനത്തിനും നിൻ്റെയൊക്കെ വ്യക്തിജീവിതത്തിനും സമൂഹം ഇട്ടിരിക്കുന്ന ഒരു വിലയുണ്ടല്ലോ. അതുകൊണ്ട് നീയൊക്കെ എന്തെങ്കിലും പുലമ്പിയാൽ അതിന് ഞാൻ കൊടുക്കുന്ന വില പുല്ലുവില. കുറച്ചുനാൾ ആ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പിറകെ നടന്ന് വെറുതെ സമയം കളഞ്ഞു. മെച്ചം ഇവൻ്റെയൊക്കെ മുകളിൽ കുറേ കേസുകളും. ഞാൻ നിന്നെയൊക്കെ അതും ചെയ്യില്ല. കാരണം നിന്നെപ്പോലുള്ള പട്ടി കുരച്ചാൽ എൻ്റെ പടി തുറക്കില്ല എന്നത് തന്നെ. എനിക്ക് പാഴാക്കാൻ സമയമില്ല. അച്ഛനില്ലാ നേരത്ത് അമ്മക്കുണ്ടായവരാണ് ഞങ്ങളെന്ന് നിരത്തിലൂടെ സ്വയം പ്രഖ്യാപിച്ച് നടന്നു നീങ്ങിയ നുണറായി കുട്ടികളോട്, കൂട്ടങ്ങളോട് സഹതാപം മാത്രം. അസൂയക്കും കഷണ്ടിക്കും മാത്രമല്ല, ഇങ്ങനെ ഭൂജാതരായ നിൻ്റെയൊക്കെ സ്വഭാവ വൈകല്യങ്ങൾക്കും മരുന്നില്ല എന്ന് നീയൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. നിൻ്റെയൊക്കെ നുണക്കഥകൾ എവിടെയും ഏശില്ല എന്നത് മാത്രമല്ല, കൂടുതൽ പ്രസിദ്ധിയാർജിക്കാനും കഴിഞ്ഞു എന്നത് സന്തോഷം തരുന്നു. എന്നും പറയാറുള്ളത് പോലെ ഒരു പെണ്ണ് അവളെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ആത്മവീര്യം തകർക്കാൻ ആർക്കും കഴിയില്ല. അവളെ തോൽപ്പിക്കാൻ അവൾക്ക് മാത്രമേ കഴിയൂ. ഞാൻ ജയിക്കാൻ ജനിച്ച പെണ്ണാണ്. തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല. എന്നെയും എൻ്റെ സ്വഭാവവും എൻ്റെ കുറവുകളും എൻ്റെ ഗുണങ്ങളും അറിയുന്ന ആയിരങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ നിൻ്റെയൊക്കെ നുണറായി കഥകൾക്ക് എന്ത് പ്രസക്തി? നുണറായി നേതാവിനോട് ഒരു അപേക്ഷയുണ്ട്. ജന്മദിനാഘോഷം ഒക്കെ കഴിഞ്ഞെങ്കിൽ അണികളോട് പറയണം, ഇനിയെങ്കിലും നുണക്കഥകൾ അവസാനിപ്പിച്ച് ഈ നല്ലൊരു ഭരണത്തിന് സാക്ഷിയാകാൻ. നുണക്കഥകൾ ഇനി കേരളത്തിൽ വില പോകില്ല എന്ന് തീർത്ത് പറയണം. അഡ്വക്കേറ്റ് ദീപ ജോസഫിൻ്റെ ഒരു കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലെത്തി. കോൺഗ്രസിൻ്റെ നേതാക്കളെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം AICC നേതാക്കളെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിലെത്തിയപ്പോൾ അന്ന് ഡൽഹിയിലെ കേരള ഹൗസിൽ വി.ഡി. സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനെത്തിയവരിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫും ഉണ്ടായിരുന്നു. ആ നിമിഷം തൊട്ട്, ആ പാതിരാത്രി മുതൽ അവിടെ നിന്ന് ഈ പറയുന്ന കൈരളിയും ദേശാഭിമാനിയുമൊക്കെ ചേർന്ന് ദീപ ജോസഫിനെതിരെ വലിയ രീതിയിലുള്ള കഥകൾ മെനഞ്ഞു വിടുകയാണ്. എന്താണ് ഇവരുടെ പ്രശ്നം? ഇപ്പോൾ ദീപ ജോസഫ് മുഖ്യമന്ത്രിയെ കാണാൻ വന്നപ്പോൾ കൈരളി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം കേസിലെ പ്രതി ദീപ ജോസഫും മുഖ്യമന്ത്രിയെ കാണാൻ വന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം കേസിൽ ദീപ ജോസഫ് എങ്ങനെയാണ് പ്രതിയാവുന്നത്? രാഹുൽ മാങ്കൂട്ടം കേസിൽ ദീപ ജോസഫ് തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അതിജീവിതമാരിൽ ഒരാൾ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ശരി തന്നെയാണ്. പിന്നെ അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടം കേസിൽ ദീപ ജോസഫ് എന്ത് എങ്ങനെയാണ് പ്രതിയാകുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടം കേസ് ചീറ്റിപ്പോയതിൻ്റെ എല്ലാ വിഷമങ്ങളും ഈ പറയുന്ന കൃമികീടങ്ങൾക്കുണ്ട്. എല്ലാ വിഷമങ്ങളും ഉണ്ട്. ചീറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയ അർത്ഥത്തിലാണ് ചീറ്റിപ്പോയത്. കാരണം ഇപ്പം രാഹുൽ മാങ്കൂട്ടം കേസ് ഉണ്ടാക്കിയത് എന്തിനാ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്വീകാര്യതയുണ്ട്, അയാൾക്ക് ലഭിക്കുന്ന ഒരു പിന്തുണയുണ്ട്. അത് തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നഷ്ടപ്പെടാനുള്ളത് എന്താ? ജനപിന്തുണ അല്ലേ? ആ ജനപിന്തുണ തകർക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം കേസ് ഉണ്ടാക്കിയത്. പിന്നെ രാഹുലിൻ്റെ വായ അടപ്പിക്കാനും. ഇത് രണ്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ്.
രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസും അറസ്റ്റും ഒന്നും അയാൾക്കൊരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ അയാൾക്കുണ്ടായ ഒരു നഷ്ടം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റിയില്ല. അയാൾ സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. അത് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ താഴെ ഇറക്കുക എന്നുള്ളതായിരുന്നില്ല ഇവരുടെ ലക്ഷ്യം. ഒന്നാമത്തെ ലക്ഷ്യം രാഹുലിനെ MLA സ്ഥാനം രാജിവെപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതാണെങ്കിൽ വെച്ചതുമില്ല, അതിനിവർക്ക് സാധിച്ചതുമില്ല. പിന്നെയുള്ള കാര്യം ഈ പറയുന്ന രാഹുലിൻ്റെ ജനപ്രീതി അത് തകർക്കണം എന്നുള്ളതായിരുന്നു. അതിനൊട്ട് സാധിച്ചതുമില്ല. മറിച്ച് രാഹുലിൻ്റെ ജനപ്രീതി തകർക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഒരു കേസ് കൊണ്ടും വിവാദം കൊണ്ടും രാഹുലിൻ്റെ ജനപ്രീതി അങ്ങ് കുത്തനെ ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടം കേസ് ചീറ്റിപ്പോയി എന്നുള്ളതാണ്. കാരണം ഈ കേസിന് ശേഷമാണ് രാഹുൽ, എനിക്ക് തോന്നുന്നു, കുറച്ചുകൂടി ശക്തമായിട്ട് രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട്, എനിക്ക് തോന്നുന്നു, ഒരു മറ്റേതിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ പറയുന്നതിനും ചെയ്യുന്നതിനൊക്കെ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരിമിതികളൊന്നുമില്ലാതെ അയാൾ വളരെ തുറന്ന് രാഷ്ട്രീയം പറയാൻ തുടങ്ങിയത് ഇതിന് ശേഷമാണെന്ന് തോന്നുന്നു, അല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വിജയത്തിൽ ഒരു വലിയ ഘടകം രാഹുൽ മാങ്കൂട്ടം നടത്തിയ ഡിജിറ്റൽ ക്യാമ്പയിനിങ് ആയിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിൽ, പ്രചരണത്തിൻ്റെ അവസാന നാളുകളിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഒരു തരത്തിൽ UDFൻ്റെ വിജയത്തിലെ ഒരു ഘടകമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ ആർക്കും സാധിച്ചില്ല. രാഹുലിനെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് പലരും കരുതിയത്. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യൻ നിരന്തരമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ മനുഷ്യൻ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? ഇതൊക്കെ ചെയ്യുമ്പോൾ അയാളെ മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളതോ ജനസ്വീകാര്യത. അതിപ്പോഴും രാഹുലിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അയാളുടെ ജനപ്രീതി വർദ്ധിക്കുന്ന ഒരു ഘട്ടവുമാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ എന്താണ് പിന്നെ സംഭവിക്കുന്നത്? അവിടെ ഈ ഘട്ടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങളിലൊക്കെ, ആ കേസിൻ്റെ ഘട്ടങ്ങളിലും ആരോപണ ഘട്ടങ്ങളിലും ഒക്കെ രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയ സ്ത്രീ സമൂഹത്തിൽപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊരാളാണ് ഈ ദീപ ജോസഫ്. അതുപോലെ തന്നെ മറ്റൊരാളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഇവരെയൊക്കെ വ്യക്തിഹത്യ നടത്തുന്നതിലേക്ക് CPM കാര്യങ്ങൾ വഴിമാറ്റി വിട്ടു എന്നുള്ളതാണ്. ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കായികപരമായിട്ട് ആക്രമിക്കുക എന്നല്ല, ആ സ്ത്രീകളെ അവരെ വ്യക്തിഹത്യ നടത്തുക, അവർക്കെതിരെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ചൊരിയുക, ഇതൊക്കെയായിരുന്നു CPMൻ്റെ രീതി. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ദീപ ജോസഫ് എത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായ മറുപടി എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസ്റ്റുകൾ അവർ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ പറയുന്ന അന്തംഗമി കൃമികീടങ്ങളുടെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിനെതിരെ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരമായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, എന്നെ തളർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല, ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കൃമികീടങ്ങൾ ഈ സ്ത്രീകളെ, രാഹുൽ മാങ്കൂട്ടം കേസിൽ രാഹുലിനെ പിന്തുണച്ച് വന്ന സ്ത്രീകളെ അറ്റാക്ക് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്നറിയോ? കാരണം രാഹുൽ മാങ്കൂട്ടം ആ വിവാദം പൊളിച്ച് കയ്യിൽ കൊടുത്തത് ഈ സ്ത്രീകളാണ്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതും ലൈം ലൈറ്റിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, ഈ സ്ത്രീകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ മുനയൊടിയുന്നതായിരുന്നു ആ പിന്തുണ എന്ന് പറയുന്നത്. കാരണം ഈ സ്ത്രീകൾക്ക് സ്ത്രീകളോട് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനും പറയാനും അവർക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. മറിച്ചൊരു പുരുഷനാണെങ്കിൽ ഒരു പക്ഷേ അവൻ ചോദ്യങ്ങൾ ചോദിച്ചാൽ, അവൻ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്താകും, അധിക്ഷേപമായി മാറും പലപ്പോഴും, അല്ലേ? അല്ലെങ്കിൽ അതിനെ അങ്ങനെ മാറ്റും എന്നുള്ളതാണ്. അവിടെ സ്ത്രീകൾ തന്നെ വന്നിട്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിൽ പ്രധാനികളാണ് ഒരാൾ ഈ പറയുന്ന ദീപ ജോസഫ്, മറ്റൊന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ. ഇവർ രണ്ടുപേരുമാണ് രാഹുൽ മാങ്കൂട്ടം കേസിൻ്റെ നറേറ്റീവ് പൊളിച്ചടുക്കിയത്, അല്ലേ? ആ നറേറ്റീവ് പൊളിച്ചടക്കി എന്ന് മാത്രമല്ല, ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറയുന്ന പരാതികളുടെ ഒരു എന്താ പറയേണ്ടത്,
അതിൻ്റെ ഒരു മൊറാലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മ എത്തിയപ്പോൾ അതിന് കട്ട സപ്പോർട്ടുമായിട്ട് ഈ പറയുന്ന ദീപ ജോസഫും ഒരു ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ പല രീതിയിലുള്ള ഇപ്പോൾ ദീപ ജോസഫിനെ ഏതൊക്കെ എങ്ങനെ തളർക്കാൻ കഴിയും, അവരെ എങ്ങനെ അധിക്ഷേപിക്കാൻ കഴിയും എന്നുള്ളതാണ് കൃമികീടങ്ങൾ, അന്തംഗമി കൃമികീടങ്ങൾ ഈ പറയുന്ന ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് രാഹുൽ മാങ്കൂട്ടം കേസിലെ പ്രതി മുഖ്യമന്ത്രിയെ കാണാൻ വന്നു. അപ്പം നിങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും രാഹുൽ മാങ്കൂട്ടം കേസിലെ പ്രതിയോ, രാഹുലിൻ്റെ കൂട്ടുപ്രതിയോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ചോദ്യങ്ങളായിട്ട് വരും അല്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഇതിപ്പോൾ വേട്ടയാടലെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അങ്ങ് വ്യക്തിഹത്യ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മക്ക് ഇതുപോലെയുള്ള പല കാര്യങ്ങളും പല കേസുകൾ പല രീതിയിലുള്ള അറ്റാക്കുകൾ അവർക്കും നേരിടേണ്ടി വന്നു അല്ലേ. ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ കാരണം കേസ് പൊളിഞ്ഞു, കേസ് പൊളിച്ച ആളുകൾ ഇവരാണ്, അതും സ്ത്രീകളാണ്. അപ്പോൾ അവരെയൊക്കെ കിട്ടുന്ന അവസരത്തിൽ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാം എന്നുള്ളതാണ് സഖാക്കളുടെ ചിന്ത എന്ന് പറയുന്നത്. എന്താണെങ്കിലും അവർ പറയുന്ന കാര്യം പിണറായി വിജയനോടാണ്. നുണകളാൽ കെട്ടിപ്പൊക്കിയ പിണറായി വിജയൻ ആ പിണറായി വിജയനോട് പറയുകയാണ്, അണികൾക്കൊരു ഉപദേശം നൽകണം. ഇനിയെങ്കിലും കേരളം നിങ്ങളുടെ നുണകൾ വിലപ്പോകുന്ന ഇടമല്ല. അതുകൊണ്ട് ഈ ഭരണത്തിന് സാക്ഷികളായിട്ട് നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കണം, ഒരു മൂലക്കടങ്ങിയിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അണികൾക്ക് നൽകണമെന്ന് പിണറായി വിജയനോട് ആവശ്യപ്പെടുകയാണ് ദീപ ജോസഫ്. ദീപ ജോസഫിന് പല രീതിയിൽ വേട്ടയാടിയിട്ടുണ്ട് ഇവർ അല്ലേ. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ ആളുകൾ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട് ദീപ ജോസഫിനെതിരെ പരാതി നൽകാൻ. ദീപ ജോസഫിൻ്റെ സർട്ടിഫിക്കറ്റ് തടഞ്ഞെടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് അത് വ്യാജ സർട്ടിഫിക്കറ്റാണ്, ദീപ ജോസഫ് തങ്ങളെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ അവരത് പുഷ്പം, കാരണം അവർ സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ്, സുപ്രീം കോടതിയിലെത്തിയപ്പോൾ അവരത് പുഷ്പം പോലെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ളൊരു ഏർപ്പാടാണ്. പല രീതിയിൽ വ്യക്തിഹത്യ നടത്തുക, അത് രാഷ്ട്രീയം പറയാനില്ലാതെ വരുമ്പോൾ, രാഷ്ട്രീയമായിട്ട് എതിരാളികളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ CPM എക്കാലത്തും എടുത്തിട്ടുള്ള അവരുടെ ആവനാഴിയിലെ അവസാനത്തെ അസ്ത്രമാണ് ഈ വ്യക്തിഹത്യ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഇപ്പം ഇന്നലെ ഒരു വാർത്ത വന്നതുണ്ടായിരുന്നു. എന്താണ്? അതും എനിക്ക് തോന്നുന്നു ദീപ ജോസഫ് പങ്കുവെച്ചിട്ടുണ്ട് തോന്നുന്നു. ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. മുൻ MLA ആയിരുന്ന എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഈ പറയുന്ന പീഡന ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിചാരണ തുടങ്ങിയപ്പോൾ ഈ പരാതിക്കാരി പറയുന്നത് എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് കോടതിയിൽ മൊഴി നൽകിയിരിക്കുകയാണ്. എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പരാതിക്കാരി കോടതിയിൽ മൊഴി നൽകിയിരിക്കുകയാണ്. അതിപ്പോൾ ഇന്നലെ എങ്ങാനും ഇന്നലെയാണോ മെനിഞ്ഞാന്നാണെന്നോ ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും കണ്ടു എവിടെയോ. അപ്പോൾ ഇതാണ് ഈ പരാതികളുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. പരാതികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമായ പകപോക്കലാണ്. മനസ്സിലായില്ലേ? പലപ്പോഴും ഈ പറയുന്ന സൗഹൃദമുണ്ടാക്കുക, ബന്ധമുണ്ടാക്കുക, ഇത് ഒരുപാട് കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ മുൻപ് പല കേസുകളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. സൗഹൃദമുണ്ടാക്കുക, ബന്ധമുണ്ടാക്കുക, പ്രണയമുണ്ടാക്കുക, പിന്നെ അത് കാമമായി മാറുക, സെക്സായി മാറുക, അങ്ങനെ എല്ലാം ആയി മാറുക. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഇതെവിടെയെങ്കിലും ബ്രേക്കപ്പ് ആവുമല്ലോ, കാരണം എല്ലാം അവിഹിതങ്ങളാണ്, വ്യഭിചാരങ്ങളാണ്. എന്നിട്ട് ഇത് ബ്രേക്കപ്പ് ആകുമ്പോൾ ആ ഘട്ടത്തിൽ പിന്നെ ഇതിനെ ഈ ബന്ധം തകർന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ പീഡനങ്ങളാക്കി മാറ്റുക. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളായിരിക്കും. അത് ഓരോ ഘട്ടങ്ങളിലും തങ്ങൾക്ക് എവിടെയാണോ മെച്ചം കിട്ടുന്നത്, നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത്, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരാതികളൊക്കെ വളരെ സിമ്പിളായിട്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് വീഴുന്നതിൻ്റെ കാഴ്ചകളും നമ്മൾ തന്നെ കാണേണ്ടി വരുന്നത്. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞു കേട്ടില്ലേ? അതുപോലെ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രാഹുൽ മാങ്കൂട്ടം വിവാദമുണ്ടായപ്പോൾ എന്തായിരുന്നു ചർച്ചകൾ, ഇപ്പം അത് എവിടെ എത്തി നിൽക്കുന്നു, ഇനി അത് എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ഈ കാര്യങ്ങൾ കോടതിയിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്?
ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൃത്യമായിട്ട് നേട്ടങ്ങൾ എവിടെ ഉണ്ടാകുമോ അവിടെ നിൽക്കുക, അല്ലേ? രാഹുലുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ അവിടെയായിരുന്നു നേട്ടം, അവിടെ നിന്നു. ആ ബന്ധം തകർന്നപ്പോൾ പിന്നെ മറ്റൊരു ഭാഗത്താണ് നേട്ടം, അവിടെ നിൽക്കുക. രാഹുലിനെതിരായിട്ടുള്ള ഭാഗം എവിടെയാണോ അവിടെ നിൽക്കുക. ഇതൊക്കെയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പൊളിഞ്ഞു വീഴുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒരു സ്ത്രീക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ തന്നെ ഇതിനൊക്കെ എതിരെ, ഇത്തരം പ്രവണതകൾക്കെതിരെ രംഗത്തെത്തുന്നതും നമ്മൾ കാണേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊക്കെ തകർന്നടിയുമ്പോഴുള്ള ഒരു ക്രിമികടിയാണ് ഈ വ്യക്തിഹത്യയും അധിക്ഷേപവും എന്ന് പറയുന്നത്. എന്താണെങ്കിലും നല്ല വായടപ്പൻ മറുപടിയുമായിട്ട് ദീപ ജോസഫ് തന്നെ രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.